ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും അടുത്ത് ഉദ്ധാനത്തോടടുത്തെത്തി നിൽക്കുമ്പോൾ ഇന്ന് ദുഃഖ ശനി, പ്രത്യേകിച്ച് നമ്മളുടെ വിശ്വാസത്തിൽ ആഴപ്പെടേണ്ട ഒരു ദിവസം, പ്രത്യേകിച്ച് മാമോദീസ വ്രതത്തിൻ്റെ ഒരു ദിവസമായിട്ടാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത്. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയ ആ വിശുദ്ധി, ആ പരിശുദ്ധാത്മാവ്, അതെല്ലാം നമ്മളിൽ കൃപയായിട്ട് മാറുവാൻ ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും യേശുവിനാൽ പ്രകാശിതരാകേണ്ടവരും ലോകത്തിൻ്റെ പ്രകാശമായി മാറേണ്ടവരുമാണ്. നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ ദുഃഖശനി ആചരിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യമ സഭയിൽ ഈ ദുഃഖശനി എന്ന് പറയുന്നത് ഇന്നായിരുന്നു മാമോദീസ കൊടുത്തിരുന്നത്. അതിൻ്റെ കാരണം, ദുഃഖശനി മാമോദീസ സ്വീകരിച്ചൊരു വ്യക്തി ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലും തകരില്ല. കാരണം ദുഃഖവെള്ളി കഴിഞ്ഞ് മാമോദീസ, ഉദ്ധാനം നടന്നിട്ടില്ല. അപ്പോൾ യേശുവിൻ്റെ കുരിശ് കണ്ടിട്ടാണ്, ഉദ്ധാനം കണ്ടിട്ടല്ല, കുരിശ് കണ്ടിട്ടാണ് അവൻ മാമോദിസ, അവൻ യേശുവിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റിയാൽ പിന്നെ എന്ത് പ്രതിസന്ധിയിലും അവൻ മാറില്ല എന്നതാണ് ഈ ദിവസം മാമോദീസ കൊടുക്കുവാൻ ഉണ്ടായിരുന്ന കാരണം. നമ്മൾ ധ്യാനിക്കുന്ന വചനം ഇതാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26 മുതൽ വചനങ്ങൾ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാം ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാം വരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3:27. നമുക്കറിയാം മാമോദീസ വ്രത നവീകരണം. ഇന്ന് ദേവാലയങ്ങളിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നമ്മൾ കാണുന്നത് മാമോദീസ വ്രത നവീകരണമുണ്ട്. സിറോ മലബാർ ക്രമത്തിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പുതുവെള്ളം, അതുപോലെ തിരുവെഞ്ചരിക്കുന്നു, ഇതെല്ലാം നമ്മൾ കാണുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ആദിമസഭയിൽ മാമോദീസ നൽകിയിരുന്നൊരു ദിവസമാണ്. എന്താ കാരണം, എന്താണ് നമ്മൾ അതിനാൽ മനസ്സിലാക്കുക? എന്താണ് മാമോദീസായിലൂടെ ജന്മപാപവും കർമ്മപാപവും മാറി ഒരാൾ യേശുവിൽ ജനിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കുഞ്ഞുനാളിൽ മാമോദീസ മുക്കുക എന്നതാണ്. ഇപ്പോൾ അത് വെള്ളമൊഴിക്കുക തലയിൽ അങ്ങനെ ആയി രൂപപ്പെട്ടെങ്കിലും മാമോദീസ മുങ്ങുക എന്നതാണ്. എന്തിലാണ് മുങ്ങുന്നത്? നമുക്കറിയാം, മാമോദീസ തൊട്ടിയിലെ ജലം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? മാമോദീസ തൊട്ടിയിലെ ജലം പ്രതിനിധാനം ചെയ്യുന്നത് യേശുവിനെയാണ് പ്രതിനിധാനം ചെയ്തത്. അപ്പോൾ ഒരാൾ മുങ്ങുന്നത് യേശുവിലാണ്. യേശുവിൻ്റെ പീഡാസഹനം, യേശുവിൻ്റെ കുരിശുമരണം, യേശുവിൻ്റെ ഉദ്ധാനം, ഈ യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെയാണ്, യേശുവിൻ്റെ കുരിശുമരണത്തെ, യേശുവിൻ്റെ പീഡാസഹനത്തെ, യേശുവിൻ്റെ ഉദ്ധാനത്തെ, ഈ രക്ഷാകര സഹനത്തെ, ഈ ബലിയെ ആണ് മാമോദീസ തൊട്ടിയിലെ വെള്ളം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുമ്പോൾ ആ കുഞ്ഞിനെ മുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഈ ധരിക്കുക, നമുക്കറിയാം, വസ്ത്രം ധരിക്കുക. അപ്പോൾ യഹൂദർ ഈ വസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഐഡൻറ്റിറ്റി അല്ലേ? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, ഐഡൻറ്റിറ്റി. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി, അപ്പം മാമോദീസ വഴി ഞാൻ ക്രിസ്തുവിനെ ധരിക്കുന്നു. അപ്പോൾ അതാണ്, അവനെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നു.
അല്ലേ? ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ധരിച്ചവൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. അപ്പോൾ ഐഡൻറ്റിറ്റിക്കൽ ചേഞ്ച് വരികയാണ്. അപ്പോൾ ഐഡൻറ്റിറ്റിക്കൽ ചേഞ്ച് എന്നിൽ വരുന്നു. എന്താണ് ഐഡൻറ്റിറ്റിക്കൽ ചേഞ്ച്? ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയിൽ നിന്ന് ജനിച്ചു. ആ എന്നെ വിശ്വാസത്തിൽ എവിടെ മുക്കുന്നു? ഈ മാമോദീസ മുക്കുന്നു. ഞാൻ യേശുവിൻ്റേതായി ജനിക്കുന്നു, ഞാൻ യേശുവിനെ ധരിക്കുന്നു. ആ വചനമാണ് നമ്മൾ ധ്യാനിക്കുക. ആ വചനം ഇതാണ്: ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം നമുക്കറിയാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ പേര് കേൾക്കുമ്പോൾ, അതുകൊണ്ട് മാമോദിസയിൽ ഒരു പേര് നൽകുന്നുണ്ട്, അല്ലേ? ഈ പേര് നൽകുന്നത് മാമോദിസയിൽ നമുക്ക് മാമോദിസ പേരുണ്ട്. ഈ മാമോദിസ പേര് ചിലപ്പോൾ നമുക്ക് മറ്റൊരു പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേരാണ് സതീഷ്, സുഭാഷ് എന്നൊക്കെ പറയും. മാമോദിസ പേരെന്താ? മാമോദിസ പേര് തോമസ്, ജോസഫ്. മാമോദിസയിൽ ഒരു പേര് നൽകുന്നു. ഈ പേര് കേൾക്കുമ്പോൾ അറിയാം ഒരു പക്ഷേ മാമോദിസ പേരല്ലാതെ മറ്റൊരു പേര് കേട്ടാൽ മനസ്സിലാകുകയില്ല. എന്നാൽ മാമോദിസ പേര് കേൾക്കുമ്പോൾ അറിയാം ഹി ഈസ് ക്രിസ്ത്യൻ എന്നത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. മാമോദിസ പേരുണ്ട്, നമുക്കൊരു മാമോദിസ പേര് നൽകപ്പെട്ടിട്ടുണ്ട്, അല്ലേ? നമ്മുടെ പേര് മാറുന്നു എന്ന് വെച്ചാൽ ഏതെങ്കിലും വിശുദ്ധരുടെ പേര് ക്രിസ്തുവിനെ പ്രഘോഷിച്ചവരുടെ പേരാണ്, അല്ലേ? ക്രിസ്തുവിനെ പ്രഘോഷിച്ചവരുടെ പേരാണ്. മാമോദിസ പേര് ഏതെങ്കിലും സിനിമാടൻ്റെ പേരിടുവോ? ഇല്ല. മാമോദിസ പേര് ഏതെങ്കിലും വിശുദ്ധരുടെ പേരാണ്. എന്തുകൊണ്ടാണ്? ആരാ വിശുദ്ധർ? യേശുവിനെ പിൻചെന്നവർ, യേശുവിനെ കണ്ട് അതുപോലെ ജീവിച്ചവരാണ് വിശുദ്ധർ. അപ്പോൾ എന്തിനാണ് ഈ മാമോദീസായിൽ ഈ പേര് മാറ്റം? മാമോദീസായിൽ എനിക്ക് ഒരു പേര് കൊടുക്കുന്നു. ഒരു പക്ഷേ ആ പേര് ഏതെങ്കിലും ട്രഡീഷനിൽ നിന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്നോ എടുത്തതാണെങ്കിലും അതൊരു വിശുദ്ധനുമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ വിശുദ്ധയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഈ വിശുദ്ധ ആരാ? ഈ അൽഫോൻസ എന്ന പേര് കൊടുക്കുന്നു, അല്ലെങ്കിൽ മരിയ കൊരേത്തി എന്ന പേര് കൊടുക്കുന്നു, അല്ലെങ്കിൽ എലിസബത്ത് എന്ന പേര് കൊടുക്കുന്നു, അല്ലെങ്കിൽ റോസ് എന്ന പേര് കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേര്, അല്ലെങ്കിൽ കൊച്ചുദേശി എന്ന പേര് കൊടുക്കുന്നു. ഇങ്ങനെ ഏത് പേര് കൊടുക്കുമ്പോഴും ഈ വിശുദ്ധ ആരാണ്, അല്ലെങ്കിൽ ഈ വിശുദ്ധൻ ആരാണ്? അവൻ്റെ ജീവിതം വഴി ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തവരാണ്. അപ്പോൾ മാമോദിസ കൊടുക്കുമ്പോൾ ആദ്യം ഒരു പേര് നമ്മൾ കൊടുക്കുന്നു. ഇനി മാമോദിസയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മാമോദിസയിൽ വെള്ളം എന്തിനെ പ്രതിദാനം ചെയ്യുന്നു? വെള്ളം യേശുവിനെ പ്രതിദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് യേശുവിൻ്റെ കുരിശുമരണം, പീഡാസഹനം, യേശുവിൻ്റെ ഉത്ഥാനത്തെ പ്രതിദാനം ചെയ്യുന്നു. യേശുവിൽ മുങ്ങുന്നു. അടുത്തത് നമുക്ക് എന്താ തരുന്നത്? നമുക്ക് തരുന്നത് കത്തിച്ച് തിരി തരും മാമോദിസയിൽ. എന്താണ്? ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, യേശുവാകുന്ന പ്രകാശം. ഇനി നമുക്ക് വെള്ളത്തുണി തരും. വെള്ളത്തുണി വിശുദ്ധിയുടെ അടയാളം, യേശു പൂർണ്ണ വിശുദ്ധി, ആ വിശുദ്ധിയുടെ അടയാളം. ഈ അടയാളങ്ങളെല്ലാം നമ്മുടെ മേൽ ചാർത്തപ്പെടുന്നുണ്ട്. ഒരു മാമോദിസായിൽ ഈ അടയാളങ്ങളെല്ലാം ചാർത്തപ്പെടുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ. അപ്പം മാമോദിസ വെറുതെ കടന്നു പോകുന്ന ഒന്നല്ല. മാമോദിസ എന്ന കൂദാശ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ട, ഞാൻ ക്രിസ്തുവിൻ്റെതാവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ഞാൻ കാണിക്കുകയാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് അതെല്ലാം എക്സ്റ്റേണലാണ്. മെഴുകുതിരി തരുന്നു, അല്ലെങ്കിൽ വെള്ളത്തുണി തരുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കുന്നു, അല്ലെങ്കിൽ വെള്ളം തലയിൽ ഒഴിക്കുന്നു, പേര്, ഇതെല്ലാം എക്സ്റ്റേണലാണ്. പക്ഷേ ഞാൻ എൻ്റെ അനുദിന ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ട്, അല്ലേ? നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കിക്കേ. ക്രിസ്തു ആരാണ്? മരണം വരെ അനുസരണമായി. അപ്പോൾ അതാണ് നമ്മൾ ഓർത്ത് നോക്കിക്കുക. മരണം വരെ അനുസരണയുള്ളവനായി മാറുന്നു. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദാരിദ്ര്യം, അല്ലേ? അവൻ കുരിശോളം ദരിദ്രനായി. ദാരിദ്ര്യം, അവൻ്റെ ശരീരത്തെ മുറിച്ചു കൊടുത്തു. ലോകത്തിൻ്റെ ശരീരത്തിൻ്റെ സുഖങ്ങൾ അവൻ മാറ്റിവെച്ചു. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ് ഒരു ക്രിസ്ത്യാനി. അപ്പോൾ നമ്മൾ ഈ മാമോദിസ, ഇന്ന് സഭ ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ മാമോദിസ ജീവിതം ജീവിക്കുവാനാണ്. ഈ മാമോദിസ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. ഈ മാമോദിസ ജീവിതം അതാണ്. ഈശോ പറഞ്ഞു, എനിക്കൊരു സ്നാനം മുങ്ങുവാനുണ്ട്. യേശു ആ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കും: കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദിസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു, അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. അപ്പോൾ യേശു പറയുകയാണ് ലൂക്ക 12, എനിക്കൊരു സ്നാനം മുങ്ങുവാനുണ്ട്, അത് നടക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ് എന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ആ സ്നാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ കുരിശുമരണം, യേശുവിൻ്റെ പീഡാസഹനമാണ്. അതുകൊണ്ടാണ് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദിസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതിലാണ് ഭാഗമാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഭാഗമായിട്ട് മാറി. അപ്പം നമ്മൾ ഓർക്കുക, ഇന്ന് നമ്മൾ ഇത് മറക്കുകയാണ്. ഈ ക്രൈസ്തവ ജീവിതം നമ്മൾ മറക്കുകയാണ്.
അതിനാൽ ഈ മാമോദിസായുടെ ഇന്ന് ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദുഃഖശനി നമ്മളോട് പറയുന്നത് ഈ യേശുവിലുള്ള വിശ്വാസത്തെ തിരികെ പിടിക്കുവാനാണ്. ഈ യേശുവിലുള്ള വിശ്വാസത്തെ തിരികെ പിടിച്ച് നമ്മൾ ജീവിക്കുവാനാണ് ദുഃഖശനി നമ്മളോട് ആവശ്യപ്പെടുന്നത്. യേശുവിൻ്റെ അതുകൊണ്ടാണ് ദുഃഖശനിയിൽ ജന്മഭാവം മാറിപ്പോകുന്നു. എന്താ ജന്മഭാവം? ആദത്തിലൂടെ കടന്നു വന്നതും നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എത്തിയതുമായ ഉത്ഭവഭാവം മാറിപ്പോകുന്നു. ഉത്ഭവഭാവം മാറി നമ്മൾ യേശുവിൽ ജനിക്കുന്നു. ഉത്ഭവഭാവം മാറി ആദത്തിലൂടെ വന്നത് മനുഷ്യനിൽ സകല മനുഷ്യരെയും സ്വാധീനിക്കുന്നത് അതാണ് ഉത്ഭവഭാവം. ആ ഉത്ഭവഭാവം മാറുന്നു. അതാണ് മാമോദിസായിൽ സംഭവിക്കുന്നത്. ഉത്ഭവഭാവം മാറി എന്ന് വെച്ചാൽ ആദത്തിലൂടെ വന്നതും സകല മനുഷ്യരിലൂടെയും കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ ഉത്ഭവഭാവത്തിൽ നിന്ന് മാറ്റം കിട്ടുന്നു, അല്ലേ? പരിശുദ്ധാത്മാവിൽ യേശുവിൽ ജനിക്കുന്നു. അപ്പം ഉത്ഭവഭാവത്തിൽ നിന്ന് മാറുകയും യേശുവിൽ ജനിക്കുകയും ചെയ്യുന്ന അതാണ്. എന്താ പറഞ്ഞത്? എന്താ അവനോട് പറഞ്ഞത്? അവനോട് ഒരു കാര്യം ഈശോ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമോസ് വന്നു. നിക്കോദേമോസ് വന്നപ്പോൾ ഈശോ ഒരു കാര്യം പറഞ്ഞു. ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞൊരു കാര്യം, നിക്കോദേമോസേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ വീണ്ടും ജനിക്കണം കേട്ടോ. നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാതെ, നീ ജനിച്ചിട്ടുണ്ട്, നിൻ്റെ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് ജനിച്ചിട്ടുണ്ട്. നീ വീണ്ടും ജനിക്കാതെ നിനക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ സാധിക്കും? അതെങ്ങനെ ഞാൻ ചെയ്യും? ഇനി എനിക്ക് പ്രായമായി എനിക്ക് അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ പറ്റുമോ? ജനിക്കാൻ എനിക്കൊരു ശരീരം വേണ്ടേ? ജനിക്കാൻ എനിക്കൊരു ശരീരം വേണ്ടേ? കാരണം ഇപ്പം എനിക്കൊരു ശരീരം വേണം ജനിക്കാൻ. അപ്പോൾ ഈശോ പറയുക, ദേ മാമോദിസ തൊട്ടിയിൽ യേശുവിൻ്റെ ശരീരം, യേശുവിൻ്റെ കുരിശുമരണം, യേശുവിൻ്റെ ബലി, യേശുവിൻ്റെ പിഴാസഹനം, യേശു മാമോദിസ തൊട്ടിയിൽ. ഈ മാമോദിസ തൊട്ടിയിൽ നിന്നെ മുക്കുന്നു, നിനക്കൊരു ശരീരം കിട്ടി, നീ മുങ്ങി, നിന്നെ എടുത്തു. കണ്ടോ? നിക്കോദേമോസിനോട് പറഞ്ഞു വീണ്ടും ജനിക്കണം. കണ്ടോ? വീണ്ടും ജനിക്കുന്നു. വീണ്ടും യേശുവിൽ വീണ്ടും അതാണ് സഭ പഠിപ്പിക്കുന്നത്. യേശുവിൽ വീണ്ടും ജനിക്കുന്ന. അപ്പോൾ എനിക്കൊരു ശരീരം ഇന്ന് എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ മുമ്പിൽ സഭ ഈ ശരീരം വയ്ക്കുക, ഈ ശരീരം വയ്ക്കുക. അതുകൊണ്ടാണ് ഇത് പ്രവേശ കൂദാശ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇതിലൂടെയാണ് മറ്റ് കൂദാശകൾ സ്വീകരിക്കുന്നത്. ഇതിലൂടെയാണ് മറ്റ് കൂദാശകളിലേക്ക് വരുന്നത്. കുർബാന എന്തെല്ലാം കൂദാശകളുണ്ടോ അതെല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്. ഇതിലൂടെയാണ് പ്രവേശിക്കുന്നത്. ഒരാൾ യേശുവിൽ ജനിക്കുന്നത്. അത് പ്രവേശ കൂദാശ എന്ന് പറയുന്നത്. അപ്പം എന്തിനാണ് നമ്മൾ ഈ മാമോദിസയെ ഇത്ര ഗൗരവമായിട്ട് കാണേണ്ടത്? അപ്പം മാമോദിസ ജീവിതം ജീവിച്ചാൽ മതി. മാമോദിസ ജീവിതം ജീവിച്ചാൽ മതി. ഇന്ന് പ്രശ്നം എന്താ? ഈ മാമോദിസ ജീവിതം, ഈ വിശുദ്ധരാരാണ് എന്ന് ചോദിച്ചാൽ, വിശുദ്ധരാകുന്നത് ക്രിസ്ത്യാനിയാകുന്നത് അല്ലേ? നമ്മൾ ചോദിക്കും, ക്രിസ്ത്യാനിയാകുന്നത് ഒരു ഇതിൽ ജനിക്കുന്നത് കൊണ്ടല്ല, അവൻ യേശുവിനെ ധരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ദേവസഹായം പിള്ള വിശുദ്ധനായി. ജന്മം ക്രിസ്ത്യാനിയായിട്ടല്ല, എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തുവിൽ വിശ്വസിച്ചു, ക്രിസ്തുവിൽ സ്നാനം സ്വീകരിച്ചു, ക്രിസ്തുവിനെ ധരിച്ചു. എന്തായി മാറി? വിശുദ്ധനായി മാറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് വിശുദ്ധര്? ക്രിസ്തുവിനെ ധരിച്ചു. അതുകൊണ്ട് അവർ വിശുദ്ധരായത്. അപ്പോൾ സഭ വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലേ? 1 തെസ്സലോനിയർ 4:7 വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, അത് ഒരു മൊമെൻറ്റിൽ പറയുന്നത് വിശുദ്ധിയിലേക്കാണ്, വിശുദ്ധരുടെ ഗണത്തിലേക്കാണ്. ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരുടെ ഗണത്തിലേക്കാണ്. വിശുദ്ധരാകാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനുമുള്ളത്. ഈ വിശുദ്ധരാകാൻ എന്ത് ചെയ്യണം? എക്സ്റ്റേണലായിട്ടൊന്നും ചെയ്യണ്ട. വിശുദ്ധനാകാൻ ഒരു കാര്യം ചെയ്താൽ മതി. യു ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ടു യുവർ ബാപ്റ്റിസ്മൽ വൗ. നിങ്ങൾ മാമോദിസ വ്രതത്തോട് വിശ്വസ്തത കാണിക്കുക. മാമോദിസ ജീവിതത്തോട് വിശ്വസ്തത കാണിക്കുക എന്നതാണ് വിശുദ്ധയാകാനുള്ള വഴി. അപ്പം മാമോദിസ എന്ന് പറയും നമ്മൾ അതുകൊണ്ടാണ് മാമോദിസ വ്രത നവീകരണം നടക്കും സഭയിൽ. മാമോദിസ വ്രത നവീകരണം എന്തിനാണ്? ഈ മാമോദിസ വ്രതം യേശുവിനെ ഞാൻ പ്രകടമാക്കേണ്ടതാണ്. യേശു എങ്ങനെ അനുസരിച്ചു, യേശു എങ്ങനെ എളിമപ്പെട്ടു, യേശു എങ്ങനെ സഹിച്ചു, യേശു എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ചു, യേശു എങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു, ഈ യേശുവിനെ ധരിക്കുവാനുള്ളതാണ് മാമോദീസ എന്ന വ്രതം. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്ലാതെ മാമോദീസ എന്ന വ്രതം ക്രിസ്ത്യാനിയായിട്ട് പള്ളിയിലെ രജിസ്റ്ററിൽ പേര് കയറാൻ അതല്ല, ക്രിസ്തുവിനെ ധരിക്കുക. അതാണ് സുവിശേഷം കൃത്യമായിട്ട് പൗലോസ് പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ, ഈ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ എൻ്റെ ശരീരത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ നയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ നയിക്കപ്പെടുന്നത് ജഡത്താലല്ല, ആത്മാവിലാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം ഇനി തുടർന്ന് വായിക്കും. പൗലോസ് പറയും, ജഡത്തിൽ നിന്ന് വരുന്നത് നമുക്കറിയാം, ജഡത്തിൻ്റെ പ്രവണതകൾ നമുക്കറിയാം, എന്നാൽ ആത്മാവിൽ നിന്ന് നടന്നത് ആത്മാവ് എന്താണ്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഗലാത്യ 5:25 ആത്മാവിനാൽ
നയിക്കപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനാൽ നടക്കാം, അല്ലേ? ഇഫ് യു ലിവ് ഇൻ ദ സ്പിരിറ്റ് ലെറ്റ് us ഓൾസോ വോക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ നമ്മൾക്ക് നടക്കാം. അതാണ്, നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആത്മാവിൽ നടക്കാം. അതാണ് പരസ്പരം, അതാണ് ആത്മാവിൽ വ്യാപരിക്കാം. വ്യാപരിക്കാമെന്ന വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നമ്മൾ വ്യാപരിക്കുന്നു. ഞാൻ കുടുംബത്തിൽ വ്യാപരിക്കുന്നു, ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ വ്യാപരിക്കുന്നു, ഞാൻ പലയിടങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ പലയിടങ്ങളിൽ വെച്ചാൽ അത് ഇംഗ്ലീഷിൽ കൃത്യമാണ്. ഇഫ് യു ലിവ് ഇൻ ദ സ്പിരിറ്റ് ലെറ്റ് us ഓൾസോ വോക്ക് ഇൻ ദ സ്പിരിറ്റ്. നമുക്ക് ആത്മാവിൽ നടക്കാം, ആത്മാവിൽ നടക്കുക. കാരണം ആത്മാവിൽ ജനിച്ചു, ഇനി നടക്കുന്ന ആത്മാവിലാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ നടക്കുന്നൊരു വ്യക്തിയാണോ? അപ്പോൾ മാമോദീസായിലൂടെ, ആത്മാവിൽ എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ, ഈ യേശുവിൻ്റെ ആത്മാവ് എന്നെ വഴി നടത്തുന്നു, ആത്മാവിൽ നടത്തുന്നു. നമുക്കറിയാം ആത്മാവ് നടത്തുമ്പോൾ പ്രത്യേകത എന്താ? ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് നടത്തുന്നു. നമ്മൾ ലോകം പറയുന്നതല്ല കേൾക്കുന്നത്. നമ്മൾ ആത്മാവ് നടത്തുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താ? ആ വ്യക്തി ഏത് കാര്യത്തിലും ദൈവസ്വരത്തെ കേൾക്കും. ഏത് കാര്യം, ഏത് ഡിസിഷൻ. ഇന്ന് അതാണ് നമ്മൾ മാമോദീസ എന്ന് പറയുമ്പോൾ നമ്മൾ നടത്തപ്പെടുന്നത്, നമ്മൾ ഇനി നടക്കുന്നത് യേശുവിലാണ്. യേശു എന്താ ചെയ്തത്? യേശു എവ്രിതിങ്, ഇല്ലേ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചതാണ്. കണ്ടോ, ഇത് യേശുവിലുള്ള കാര്യമാണ്. ഇതാണ് ആത്മാവിൽ നടക്കുക, അല്ലേ? ആത്മാവിൽ യേശുവിൽ വന്നു. നമ്മൾ ഓർത്ത് നോക്കി, ആത്മാവ് യേശുവിൽ വന്നു. യേശു യോർദാൻ കരയിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ യേശുവിൽ ആത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൽ വന്നു. ഇനി അടുത്ത വചനം എന്താ? ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. കണ്ടോ, ആത്മാവിൽ നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ നടക്കാം. അപ്പം നമ്മൾ ഓർക്കുക, യേശു എല്ലാ കാര്യങ്ങളും പിതാവിനോട് ചോദിച്ചു. അപ്പോൾ ആത്മാവിൽ നടക്കുന്നൊരു വ്യക്തിയുടെ പ്രത്യേകത, ഒന്ന്, ആ വ്യക്തി എല്ലാം ദൈവഹിതത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ചെയ്യും. രണ്ട്, ആത്മാവിൽ നടക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താ? ആത്മാവിൽ നടക്കുന്ന വ്യക്തി ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടില്ല, ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കും. ഇതാണ് ആത്മാവിൽ നടക്കുന്ന വ്യക്തി. അപ്പോൾ ഇതിന് നമ്മൾ ഉജ്ജ്വലിപ്പിക്കേണ്ടത് നമ്മുടെ മാമോദീസ വ്രതത്തെയാണ്. മാമോദീസയിൽ നമുക്ക് കിട്ടിയ കൃപ അത് കെടാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഈ മാമോദീസായിൽ കിട്ടിയ കൃപ ജ്വലിപ്പിക്കുന്നതാണ് സ്ഥൈര്യലേപനത്തിൽ പരിശുദ്ധാത്മാവ്. അല്ലാതെ സ്ഥൈര്യലേപനം ഈ മാമോദീസയിൽ കിട്ടിയ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി നൽകുന്നു സ്ഥൈര്യലേപനത്തിൽ. എല്ലാ കൂദാശകളിലും പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. എന്നാൽ മാമോദീസ ഒരാൾ യേശുവിൽ, ആത്മാവിലും സത്യത്തിലും യേശുവിൽ ജനിക്കുകയാണ്. അപ്പോൾ ആത്മാവിൽ ജനിച്ചൊരു വ്യക്തി എന്തിനെ തോൽപ്പിക്കും? നിങ്ങൾ ദൈവത്തിൽ ജനിച്ചവർ ലോകത്തെ കീഴ്പ്പെടുത്തുമെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, അല്ലേ? ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴ്പ്പെടുത്തുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ കീഴ്പ്പെടുത്തുന്നു. ദൈവത്തിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് നമ്മുടെ വിശ്വാസമാണ്. 1 യോഹന്നാനിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച് യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുമ്പോൾ യേശു പിശാചിനെ, സാത്താനെ തോൽപ്പിക്കുന്നു. മാമോദീസായിൽ ഒരു വ്യക്തിക്ക് ഈ വരവുണ്ട്, പിശാചിനെ തോൽപ്പിക്കാൻ, പിശാചിനെ എതിർക്കാൻ ശക്തിയുണ്ട്. അതിനെന്ത് ചെയ്യണം? അവൻ്റെ മാമോദീസായിൽ കിട്ടിയ കൃപയോട് ഫെയ്ത്ത്ഫുള്ളായിരിക്കണം, വിശ്വസ്തനായിരിക്കണം, വിശ്വസ്തയായിരിക്കണം. അപ്പോഴാണ് മാമോദീസായിൽ ഒരു വ്യക്തിക്ക് കിട്ടിയ കൃപ ജ്വലിക്കുന്നത്. മാമോദീസായിൽ കൃപയുണ്ട്, മാമോദീസായിൽ ഓൾറെഡി ആ കൃപയുണ്ട്. അത് നമ്മൾ ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവുള്ള വ്യക്തിയുടെ പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി തിന്മയെ, ലോകത്തെ തോൽപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറും. അപ്പോൾ അതാണ് മാമോദീസ. ലോകത്തെ എതിർക്കുന്ന, ലോകത്തിൻ്റെ മുമ്പിൽ മറ്റൊരു ജീവിതം കാണിച്ചു കൊടുക്കുകയാണ്. ലോകത്തിൻ്റെ മറ്റൊരു ജീവിതം കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഉദാഹരണം ഞാൻ പറയാം. പലപ്പോഴും നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന ഒരു ഗണമാണ് സിസ്റ്റേഴ്സ്, അല്ലേ? സമർപ്പിതർ. നമ്മൾ സിസ്റ്റേഴ്സിനോട് നോക്കിക്കേ. സിസ്റ്റേഴ്സ് അച്ഛന്മാരുടെ, അല്ലേ? പൗരോഹിത്യം ഒരു കൂദാശയാണ്. പുരോഹിതർ ഒരു കൂദാശയാണ്. വിവാഹ ജീവിതം ഒരു കൂദാശയാണ്. ഒരു കന്യാസ്ത്രീ ആവുക എന്നതൊരു കൂദാശയല്ല. ഒരു കൂദാശയായിട്ട് സഭ എന്തുകൊണ്ട് സമർപ്പിതരെ കാണുന്നില്ല? ചിന്തിച്ചിട്ടുണ്ടോ? കൂദാശ. അപ്പോൾ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിസ്റ്റേഴ്സ് വ്രതം എടുക്കുന്നുണ്ട്?
അല്ലെങ്കിൽ സന്യാസ വൈദികരുണ്ട്. എന്ന് വെച്ചാൽ വൈദികർ പറ്റില്ല, സന്യാസികളായ പുരുഷന്മാരുണ്ട്, സന്യാസികൾ. അവർ സന്യാസ ജീവിതമുണ്ട്. എന്നാൽ അവർക്ക് എന്തില്ല? അവർക്കില്ലാത്തത്, അവർ കൂതാശയല്ല. അപ്പോൾ സിസ്റ്റേഴ്സ് വ്രതം എടുക്കും. സിസ്റ്റേഴ്സ് ഒരായുസ് മുഴുവനും പ്രിയപ്പെട്ടവരെ അവരാ ഉടുപ്പിൽ നിന്ന് മാറാൻ പാടില്ല. അപ്പോൾ ഞാൻ അച്ഛനാണെങ്കിൽ എനിക്ക് ഇത് കഴിയുമ്പോൾ എനിക്ക് ഡ്രസ്സിടാം. സിസ്റ്റേഴ്സ് ഇത് മാറുന്നില്ല. ചിന്തിച്ചിട്ടുണ്ടോ? ഇത് മാറുന്നില്ല. പക്ഷേ അവരുടേത് ഒരു വ്രതമാണ്, കൂതാശയായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ മാമോദിസ വ്രതം ജീവിക്കാൻ ലോകം മറന്നുപോയി. അപ്പം ദൈവത്തിന് ഇത് വേണം, ഇത് കാണിച്ചു കൊടുക്കണം. ഇത് മാമോദിസ വ്രതം എന്താ? അനുസരണം, ദാരിദ്ര്യം, കന്യാവ്രതം. ഇതാണ് മാമോദിസ. യേശുവിൻ്റെ അനുസരണം, യേശുവിൻ്റെ ദാരിദ്ര്യം, യേശുവിൻ്റെ വിശുദ്ധി, ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ യേശുവിൻ്റെ ശരീരമാണ് സഭ ഇത് കാണിച്ചു കൊടുക്കാൻ പരാജയപ്പെട്ടു. അപ്പോൾ ദൈവം കുറച്ചുപേർ വിളിക്കുക, സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഇവരിത് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഓർത്ത് നോക്കി, ഈ സിസ്റ്റേഴ്സൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ? സിസ്റ്റേഴ്സ് എവിടെ? നിങ്ങൾ സിസ്റ്റേഴ്സ് ശ്രദ്ധിച്ചറിയാം. ഈ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഉടുപ്പ് ശ്രദ്ധിച്ചറിയാം, ഒരു ചുളിവ് പോലും ഇല്ല. എങ്ങനെ ഇവർ ഈ സ്കെയിലൊക്കെ വെച്ച് ഇവർ വരച്ച് തേക്കുന്നത് പോലെയൊക്കെ തോന്നും. അപ്പോൾ അതിൻ്റെ കാരണം എന്നറിയാമോ? ദേ ആർ റെപ്രസെൻറ്റിങ് ദ ചർച്ച്. അതുകൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ വിളിക്കുന്നൊരു കളിയാക്കുന്നൊരു പേരാണ്. സിസ്റ്റേഴ്സിനെ കളിയാക്കുന്ന പേര് മണവാട്ടിമാർ. ഇവരെന്താ ക്രിസ്തുവിനെ കല്യാണം കഴിക്കുന്നുണ്ടോ? മണവാട്ടിമാരെന്ന് വിളിക്കാൻ. ആരാ മണവാട്ടി? ആരാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി? ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു കന്യാസ്ത്രീയെ മണവാട്ടി എന്ന് വിളിക്കുന്നു? ദേ ആർ റെപ്രസെൻറ്റേറ്റിംഗ് ദ ചർച്ച്. അവർ സഭയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുകയാണ്. നമുക്ക് മുമ്പിൽ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മുമ്പിൽ അവർ കാണിക്കുകയാണ്, ഇതാണ് ക്രൈസ്തവ ജീവിതം, ഇതാണ് ക്രിസ്തുവിന്. അതാണ് അപ്പോൾ ഈ വെസ്റ്റീഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ? വെസ്റ്റീഷൻ, അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിന് വെസ്റ്റീഷനുണ്ട്. ഈ വെസ്റ്റീഷൻ എന്താ? ഈ ഉടുപ്പ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സിൻ്റെ ഉടുപ്പ് കാണുമ്പോൾ എന്താ പറയുന്നത്? ഈ പറയുന്ന കാര്യവിധാണ് ഇത് ക്രിസ്തുവിനെ ധരിക്കലാണ്. അത് സന്യാസം. അതാണ് നമ്മുടെ അടുത്ത് സന്യാസികളുണ്ട് അല്ലേ? സന്യാസ വൈദികരുണ്ട്, സന്യാസ സിസ്റ്റേഴ്സുണ്ട്. ഇപ്പം ഞാനൊരു സന്യാസ വൈദികനാണ്. സന്യാസം എന്തിനു വേണ്ടിയാണ്? സന്യാസം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനുള്ളതാണ്. പൗരോഹിത്യ ശുശ്രൂഷയാണെങ്കിൽ സന്യാസം ഒരു ജീവിത രീതിയാണ്, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന. ഇത് സന്യാസികൾക്കും കന്യാസികൾക്കും മാത്രമല്ല, എല്ലാവരും ചെയ്യേണ്ടതാണ് ഈ ക്രിസ്തുവിനെ ധരിക്കുക എന്നത്. അതിനാൽ നമ്മൾ ഒരു കാര്യം ഓർക്കുക, അത് ക്രിസ്തുവിനെ ധരിക്കലാണ്. എളിമപ്പെടലിൽ ക്രൈസ്തവ ജീവിതമുണ്ട്. എളിമ ധരിക്കൽ ക്രൈസ്തവ വിശുദ്ധിയോടെ ജീവിക്കുന്നതിൽ, സന്തോഷത്തോടെ സഹിക്കുന്നതിൽ ക്രൈസ്തവ ജീവിതമുണ്ട്. ഇതെല്ലാം കാണിച്ചു കൊടുക്കാനുള്ളതാണ് മാമോദിസ വ്രതം. അപ്പം മാമോദിസ വ്രതത്തെ ജീവിക്കാൻ, മാമോദിസ വ്രതം നമ്മൾ ഓരോരുത്തരും മാമോദിസ മുങ്ങിയത് ക്രിസ്തുവിനാണ്. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഉള്ള വിളിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാമോദിസ ജീവിതം. അതിനാൽ നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ മാമോദിസ വ്രതത്തിൻ്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ, അതുവഴി ക്രിസ്തുവിനെ ധരിക്കുവാൻ മാത്രമല്ല, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ, ഞാൻ ആയിരിക്കുന്നിടത്ത് ക്രിസ്തുവിൻ്റെ പരിമളമാകുവാൻ, ഞാൻ ആയിരിക്കുന്നിടത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ഈ കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ധ്യാനിക്കുന്ന വചനം ഇതാണ്, റോമാക്കാരുടെ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വചനം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആകയാൽ യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം, റോമ 10:9 വചനത്തിൻ്റെ അഭിഷേകം നമ്മളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ, തുടർന്നുള്ള ആരാധനയിൽ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിൻ്റേതായി മാറുവാൻ, ക്രിസ്തുവിനെ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാൻ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാനുള്ള അഭിഷേകം നൽകണേ. നമുക്ക് ആരാധനയിൽ പ്രാർത്ഥിക്കാം.
പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവനും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവനും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവനും തരും നീതാ. എന്നെ മുഴുവനും തരും നീതാ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയുടെയും ഉദ്ധാനത്തിൻ്റെയും മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആദിമസഭ ഈ ദിവസത്തെ മാമോദീസായുടെ അവസരമാക്കിയെടുത്തു. കാരണം പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുഃഖശനി. ഒരു വ്യക്തി യേശുവിനെ അനുഗമിക്കേണ്ടത് യേശുവിൻ്റെ കുരിശിനെ നോക്കിയാണ്. ഒരുപക്ഷെ അതായിരിക്കാം സഭ അങ്ങനെ ഒരു പാരമ്പര്യത്തിലേക്ക് വന്നത്. ഇന്ന് ഈ ദുഃഖവെള്ളിയിൽ ദൈവം മരിച്ചു കിടക്കുമ്പോൾ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്നാനം സ്വീകരിച്ചാൽ ഒരു പ്രതിസന്ധിയിലും അവൻ യേശുവിൽ നിന്ന് മാറില്ല എന്നതായിരിക്കാം അതിൻ്റെ പിന്നിലെ ചിന്ത. നമുക്ക് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ സ്നാനം സ്വീകരിച്ച നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും സ്നാനം സ്വീകരിച്ചത് ക്രിസ്തുവിലാണ്.
ക്രിസ്തുവിലാണ് സ്നാനം സ്വീകരിച്ചത്. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ, അതാണ് നമ്മൾ ധ്യാനിച്ചത്. നമുക്കറിയാം, മാമോദിസായിൽ നമുക്ക് വേണ്ടി ഒരു ശൈശവ മാമോദിസയാണെങ്കിൽ നമുക്ക് വേണ്ടി ജ്ഞാനസ്നാന മാതാപിതാക്കൾ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയും. ഇത് നമ്മൾ ഓരോരുത്തരും ക്രൂശിതനെ തൊട്ട് വിശ്വാസം ഏറ്റുപറയേണ്ട നിമിഷമാണ്. ക്രൂശിനെ തൊട്ട് നമുക്ക് ഏറ്റുപറയാൻ പറ്റുന്നുണ്ടോ? ഇതാ, യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ? നീ നിന്റെ ഹൃദയത്തോട് കരം ചേർത്ത് വെച്ച് നീ ചോദിക്ക്, യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി നീ വിശ്വസിക്കുന്നുവോ? യേശുവിനെ ജീവിതത്തിൻ്റെ ഏകരക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നുവോ? പാപവും പാപസാഹചര്യങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നുവോ? പിശാചിനെയും അവൻ്റെ സകല ആഡംബരങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, പിശാചിനെ ഉപേക്ഷിക്കുവാൻ, പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ, ഇനി ഒരിക്കലും ഞാൻ പാപത്തിന്, ഇനി ഒരിക്കലും ഞാൻ വെറുപ്പിന്, ഇനി ഒരിക്കലും ഞാൻ വിദ്വേഷത്തിന്, ഇനി ഒരിക്കലും ഞാൻ തിന്മയുടെ പ്രലോഭനങ്ങൾക്ക് അടിമയായിരിക്കില്ല. കാരണം യേശു തൻ്റെ കുരിശു വഴി എന്നെ മോചിപ്പിച്ചു. ഇതിന് നമുക്ക് നന്ദി പറയാം. ഇതാ, ജ്ഞാനസ്നാനവേളയിൽ നമ്മളുടെ കൈകളിൽ തന്ന തിരി, യേശുവാകുന്ന പ്രകാശം, അന്ധകാരം കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. വചനം പറയുക, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, രാത്രി അവസാനിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ രാത്രി യേശു അവസാനിപ്പിക്കുക. എൻ്റെ പാപത്തിൻ്റെ, എൻ്റെ വെറുപ്പിൻ്റെ, എൻ്റെ രോഗത്തിൻ്റെ, എൻ്റെ തകർച്ചയുടെ, എൻ്റെ ശാപത്തിൻ്റെ എല്ലാ രാത്രികളും അവൻ്റെ കുരിശു വഴി അവസാനിപ്പിച്ചു. രാത്രി കഴിയാറായി, ഇതാ പകൽ, പ്രകാശം സമീപിച്ചിരിക്കുന്നു. ഇതാ, പ്രകാശമുള്ളപ്പോൾ നിങ്ങൾ അതിൽ നടക്കുക എന്ന യേശുവിൻ്റെ വചനം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. ഈ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. ഇതാ, മാമോദിസ വേളയിൽ ജ്ഞാനസ്നാന തൊട്ടിയിലെ വെള്ളത്തിൽ നമ്മളെ മുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നമ്മെ കഴുകുമ്പോൾ, ഇതാ നമ്മൾ ആ വെള്ളം പ്രതിനിധാനം ചെയ്യുന്നത് യേശുവിൻ്റെ കുരിശുമരണ പീഡാസഹനങ്ങളെയാണ്. എന്ന് വെച്ചാൽ ഞാൻ നനയുന്നത്, ഞാൻ മുങ്ങുന്നത് യേശുവിൻ്റെ പീഡാസഹനത്തിലാണ്. എൻ്റെ ജീവിതം യേശുവിൻ്റെതായി, യേശുവിനെ ധരിക്കുന്നതായി മാറിയിരിക്കുന്നു. അതിനാൽ യേശുവേ, നീ എന്നെ തൊടണമേ, നിൻ്റേതാക്കി എന്നെ മാറ്റണമേ. എൻ്റേതെല്ലാം മാറിയിട്ട്, ഈ ലോകത്തിൻ്റെതെല്ലാം മാറി ഞാൻ യേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഒരു നിമിഷം നമുക്ക് കരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ശരീരത്തിൽ അഭിഷേകമായിട്ട് മാറട്ടെ. യേശുവിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരട്ടെ. നമ്മൾ യേശുവിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ ശരീരത്താൽ നമ്മൾ കഴുകപ്പെടട്ടെ. യേശുവേ എന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, 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 യേശുവേ ആരാധന. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ.
യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. നമ്മെ യേശുവിനോട് ചേർത്ത് വയ്ക്കുക. ഇതാ കുരിശിൽ യേശുവിൽ നമ്മൾ കാണുന്നു മരണം വരെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട യേശു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിപ്പിക്കുക, എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം, എപ്പോഴും ദൈവ ഇഷ്ടം അന്വേഷിക്കുവാൻ, ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. യേശുവേ, ആ ദൈവത്തോടുള്ള ബന്ധം ഞങ്ങളിലും നീ രൂപപ്പെടുത്തണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. അവൻ മരണം വരെ അനുസരണയുള്ളവനായി. യേശുവേ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ, ഞാനായിരിക്കുന്നിടങ്ങളിൽ അനുസരിക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ, ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ, എൻ്റെ സഭാ ജീവിതത്തിൽ അനുസരിക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ, ഞാൻ നിനക്ക് എതിരാവുകയാണ്, നീയും ഞാനുമായി ബന്ധമില്ലാതാവുകയാണ്. യേശുവേ, നീ മരണം വരെ അനുസരിച്ചു. ഈ അനുസരണത്തിൻ്റെ കൃപ, ഈ അനുസരണത്തിൻ്റെ ശക്തി എന്നിൽ ധരിപ്പിക്കണേ. യേശുവേ, നീ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ദരിദ്രനായിരുന്നു. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ദാരിദ്ര്യം. യേശുവേ, ദാരിദ്ര്യത്തിലൂടെ എളിമയുടെ അഭിഷേകം എനിക്ക് തരണേ. എളിമയിൽ ജീവിക്കുവാൻ, ദാരിദ്ര്യത്തിലും സംതൃപ്തി അനുഭവിക്കുവാൻ, ദാരിദ്ര്യത്തിലും സന്തോഷം അനുഭവിക്കുവാൻ, യേശുവേ, ദാരിദ്ര്യത്തിലും ദൈവത്തിൻ്റെ കരം കാണുവാൻ എന്നെ പഠിപ്പിക്കണേ. പ്രാർത്ഥിക്കാം. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പീഡകൾ സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ, രോഗങ്ങളിൽ, വേദനകളിൽ, പീഡകളിൽ പരിഭവം പറഞ്ഞ് ഞങ്ങൾ നിൽക്കുമ്പോൾ, നിന്റെ ശക്തി യേശുവേ, നിന്റെ ആത്മാവിൻ്റെ കൃപ, നിന്റെ ഒപ്പം നിൽക്കുവാൻ, നിന്റെ സഹനത്തിൽ, വേദനയിൽ പങ്കുചേരുന്ന ആ കൃപ ഞങ്ങൾക്ക് നൽകണേ. പരാതികളില്ലാതെ, പരിഭവമില്ലാതെ, യേശുവേ, ജീവിതത്തിൽ സഹനങ്ങളിലും രോഗങ്ങളിലും സന്തോഷത്തോടെ നിൽക്കുന്ന ദൈവീക ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നൽകണമേ. യേശുവേ, രോഗങ്ങളിലും വേദനകളിലും ഞങ്ങൾ സന്തോഷിക്കുവാൻ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ, യേശുവേ, എപ്പോഴും സന്തോഷിക്കുന്ന, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന യേശുവേ, ദുഃഖം സന്തോഷമായി മാറുന്ന ആത്മീയ അഭിഷേകം യേശുവേ തരണമേ. നമ്മുടെ എല്ലാ രോഗങ്ങളും, ദുഃഖങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതിൽ വലിയ ആശ്വാസം
മനസ്സിലെ ദുഃഖങ്ങൾ, മനസ്സിലെ ഭാരങ്ങൾ, ഇതെല്ലാം യേശുവിൻ്റെ ശരീരത്താൽ, യേശുവിൻ്റെ ആത്മാവിനാൽ കഴുകപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മ തന്നിറക്കൂടമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മ തന്നിറക്കൂടമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഇതാ യേശുവോടൊപ്പമുള്ള സ്നാനം വഴി നമ്മൾ യേശുവിനെ ധരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ എനിക്ക് യേശുവിനെ പ്രഘോഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? വിശ്വസിക്കുവാൻ മാത്രമല്ല, അത് വാക്കിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിലും. യേശുവിലുള്ള വിശ്വാസം എൻ്റെ അനുദിന ജീവിതത്തിൽ, ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ യേശുവെ പ്രഘോഷിക്കുവാൻ, എൻ്റെ അനുദിന ജീവിതത്തിൽ യേശുവിനെ പ്രഘോഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ കുടുംബം യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന കുടുംബമായിട്ട് മാറണം. എൻ്റെ കുടുംബം ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്ന, എങ്ങനെ എനിക്ക് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും? എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കുടുംബത്തെ നയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ജീവിതത്തെ നയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പൗരോഹിത്യത്തെ നയിക്കുമ്പോൾ ഞാൻ സാക്ഷിയായി മാറും. ഞാൻ സാക്ഷിയായി മാറും. എൻ്റെ ചെറിയ ജീവിതം എൻ്റെ പ്രകാശമായി മാറും. അനേകരുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് മാറും. ഇതാ ഓരോ ക്രൈസ്തവ ജീവിതവും പ്രകാശമായിട്ട് മാറണം. എൻ്റെ കുടുംബം, എൻ്റെ ദാമ്പത്യം പ്രകാശിക്കുന്നൊരു ദാമ്പത്യമാണോ? യേശുവിനെ കൊടുക്കുന്ന, യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ എൻ്റേത്? അതോ എൻ്റെ കുടുംബം എതിർ സാക്ഷ്യം നൽകുന്നുവോ? എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഇല്ലാതിരിക്കുമ്പോൾ, എൻ്റെ കുടുംബം ഞായറാഴ്ച കുർബാനയിൽ വിശ്വസ്തയോടെ പങ്കെടുക്കാതിരിക്കുമ്പോൾ, എൻ്റെ പൗരോഹിത്യം അധികാരികളെ അനുസരിക്കാതിരിക്കുമ്പോൾ, എൻ്റെ പൗരോഹിത്യം സ്നേഹിക്കാതിരിക്കുമ്പോൾ, അവിടെയെല്ലാം ഞാൻ യേശുവിന് എതിർ സാക്ഷ്യമാവുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി വരുമ്പോൾ, യേശു ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് ഞാൻ ഓടുമ്പോൾ, ഞാൻ യേശുവിന് എതിർ സാക്ഷ്യമാവുകയാണ്. അതിനാൽ ജീവിതത്തിലെ ഏത് നിമിഷവും യേശുവിനെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുവാൻ, യേശുവിൻ്റെ ആത്മാവേ എനിക്ക് ശക്തി തരണേ. പ്രാർത്ഥിക്കുക. ഞാൻ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ ഒരു കുടുംബജീവിതം നയിക്കുന്ന, ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു യുവാവായിരിക്കാം, ഒരു യുവതിയായിരിക്കാം. എനിക്ക് തിന്മയോടൊരു കോംപ്രമൈസ് വേണ്ട. ഞാനെന്ന യുവാവ്, ഞാനെന്ന യുവതി, ഞാനെന്ന വ്യക്തി എവിടെയെല്ലാം യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നുവോ അവിടെയെല്ലാം സാക്ഷ്യപ്പെടുത്തും. തിന്മയുടെ കൂട്ടുകെട്ടുകൾ എന്നെ വട്ടമിട്ട് പറക്കുമ്പോഴും ഞാൻ യേശുവിനോടൊപ്പം നിൽക്കും. യേശുവേ, ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ നിന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ നിന്റെ ശക്തി, നിന്റെ കൃപ എനിക്ക് തരണമേ. പ്രാർത്ഥിക്കാം. നാഥാ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. നാഥാ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ
എന്നോട് ചേർന്ന് നിൽക്കുക, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് ആ വ്യക്തിയിൽ ഫലങ്ങൾ കാണും. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് ആ വ്യക്തിയിൽ ഫലങ്ങൾ കാണും. മാമോദീസായിലൂടെ നമ്മിൽ വരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മിൽ ഫലങ്ങൾ കാണും. സ്നേഹം, സമാധാനം, സന്തോഷം, ആനന്ദം, ക്ഷമ, ആത്മസംയമനം, പരിശുദ്ധാത്മ ഫലങ്ങൾ. ഓർക്കുക, ഞാൻ യേശുവിലാണ് എന്നതിൻ്റെ തെളിവ്, ഞാൻ യേശുവിനെ ധരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ്, ഞാൻ യേശുവിൽ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവ്, ഐ വിൽ ബെയർ ദ ഫ്രൂട്ട്സ്. ഞാൻ ഫലം പുറപ്പെടുവിക്കും, ഞാൻ ഫലം പുറപ്പെടുവിക്കും. സ്നേഹം കൊടുക്കുന്ന, ക്ഷമ കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറും. ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണോ? എന്നിൽ ഈ ഫലമുണ്ടോ? എന്നിൽ ഈ ഫലങ്ങളുണ്ടോ? ഇതാണ് ആത്മശോധനയുടെ വിഷയം. ഈ ഫലം കൊടുക്കുന്നൊരു വ്യക്തിയായിട്ട് മാറട്ടെ. ഈ ഏറ്റവും ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഫലം കൊടുക്കുക. നമ്മൾ വേറൊന്നും ചെയ്യണ്ട. നമ്മൾ സ്നേഹം കൊടുക്കുന്ന, ക്ഷമ കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, വിശുദ്ധി കൊടുക്കുന്ന, പ്രാർത്ഥന കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. എനിക്കെങ്ങനെ സ്നേഹിക്കാൻ പറ്റും? എനിക്കെങ്ങനെ ക്ഷമിക്കാൻ പറ്റും? എനിക്കെങ്ങനെ സന്തോഷം കൊടുക്കാൻ പറ്റും? എനിക്കെങ്ങനെ സമാധാനം കൊടുക്കാൻ പറ്റും? ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ വളരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറും. അതിനുവേണ്ടിയാകണം നമ്മളുടെ ശ്രമം. ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ യേശുവിനെ കൊടുക്കുക. എൻ്റെ സഹനങ്ങളിലും എൻ്റെ വേദനകളിലും ഞാൻ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയാവുക. യേശു സഹിച്ചുകൊണ്ട്, യേശു കുരിശിൽ മരിച്ചുകൊണ്ട് രക്ഷ കൊടുത്തതുപോലെ ഞാനും എൻ്റെ സഹനം വഴി, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾ വഴിയും ഞാൻ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയാവുക. ഞാൻ എവിടെ ജീവിക്കുന്നുവോ അവിടെ യേശുവിനെ കൊടുക്കുവാനുള്ള കൃപ, അവിടെ യേശുവിനെ കൊടുക്കുവാനുള്ള കൃപ പ്രാർത്ഥിക്കുക. ഞാൻ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം. ഈശോയെ, ആ കൃപ എനിക്ക് തരണേ. ഞാൻ സ്നേഹം കൊടുക്കുന്ന, ക്ഷമ കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറട്ടെ. യേശുവിനെ കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണേ. പ്രാർത്ഥിക്കാം നമുക്ക്. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ സാക്ഷ്യം, അതാണ് സാക്ഷ്യ ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി, ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ യേശുവിനെ കാട്ടിക്കൊടുക്കുന്ന, അത് എവിടെയാണെങ്കിലും യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണേ. ആ അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച് നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ വിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുക. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം രക്ഷാകരമായിട്ട് മാറുവാൻ പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും സമർപ്പിക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവിൻ തിരുനീണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ തൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ.
എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും.